ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേത് ഒരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ. നമ്മൾ വണ്ടി എടുത്തതിന് ശേഷം കുറച്ചധികം ദൂരം ഒന്ന് സഞ്ചരിക്കുന്നുണ്ട്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ട്രാവൽ വ്ളോഗാണെന്ന്. ഈ ഒരു വീഡിയോ നമ്മൾ സ്കൂൾ തുറക്കുന്നതിൻ്റെയൊക്കെ ഒരു 2 വീക്സ് മുന്നേ എടുത്തതായിരുന്നു. പിന്നെ എഡിറ്റ് ചെയ്യാനുള്ള മടി കൊണ്ട് ഞാൻ അങ്ങനെ വെച്ചിരുന്നു. പിന്നെ ഇപ്പോൾ വീഡിയോ ഇടാൻ വേറെ കണ്ടൻറ്റൊന്നും നമ്മുടെ കയ്യിലില്ല. അപ്പോൾ ഞാൻ പഴയ വീഡിയോസൊക്കെ കുത്തിപ്പൊക്കി എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ വീഡിയോ കിട്ടിയത്. എങ്ങോട്ട് പോകണം എന്ന വലിയ പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ആദ്യം വിചാരിച്ചത് വെറുതെ ശോഭ സിറ്റിക്ക് പോവാം, ജസ്റ്റ് ഒന്ന് അവിടെ കറങ്ങിയിട്ട് ഒരു തട്ടുകടയിൽ നിന്ന് വെള്ളം കഴിച്ചിട്ട് തിരിച്ചു വരാം. അതായിരുന്നു നമ്മുടെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നത്. പക്ഷേ കുന്നംകുളത്തെപ്പോഴേക്കും മഴ കുറച്ചങ്ങ് കൂടാൻ തുടങ്ങി. നമ്മൾ ആകെ നനഞ്ഞു. അപ്പോൾ ഇനി ഈ ഒരു കോലത്തിൽ ശോഭയിൽ പോയി കഴിഞ്ഞാൽ രസം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ പ്ലാൻ ചെറുതായിട്ടൊന്ന് മാറ്റി, നമുക്ക് സ്നേഹതീരം പോവാം, ബീച്ചിൽ പോവാം, വെറുതെ അവിടെ കിടന്ന് കറങ്ങാം, ആ ഒരു വൈബായി. അപ്പോൾ കുന്നംകുളത്ത് നമ്മളെത്തിയപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിക്കണമല്ലോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നേരത്തെ കഴിച്ചതാണ്. അപ്പോൾ അവിടെ പോയിട്ട് ഒരു ബർഗറും പിന്നെ ഫ്രൂട്ട് സാലഡുമാണ് കഴിച്ചത്. ഫ്രൂട്ട് സാലഡ് കൊള്ളായിരുന്നു, എനിക്കിഷ്ടമായി. പക്ഷേ ബർഗർ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അതിൽ ചിക്കനൊക്കെ അതുപോലെ തന്നെ വെച്ചിരിക്കുമായിരുന്നു. ഒട്ടും തന്നെ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല, എനിക്കിഷ്ടപ്പെട്ടില്ല. പിന്നെ നമ്മളങ്ങനെ ഈ നല്ല മഴയത്ത് നമ്മൾ സ്നേഹതീരം ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ മഴ പെയ്യുന്ന സമയത്തുണ്ടല്ലോ, അതിൽ ഓരോ തുള്ളികളും നമ്മുടെ സ്കിന്നിലേക്ക് ഇങ്ങനെ സൂചി കൊണ്ട് കുത്തിക്കീറുന്ന പോലത്തെ ഒരു കയറ്റാണ്. അയ്യോ, അതൊരു വല്ലാത്ത അവസ്ഥയാണ്. പക്ഷേ നമ്മൾ റെയിൻകോട്ടൊന്നും ഇല്ലാതെ മഴ നന്നായി ആസ്വദിച്ചിട്ടുള്ള ഒരു ഡ്രൈവായിരുന്നു ഇത്. നമ്മളൊരു 20-25 മിനിറ്റ് ബ്ലോക്കിൽ കിടന്നു കേട്ടോ. നല്ല ബ്ലോക്കായിരുന്നു. ഈ തറ്റം മുതൽ ആ തറ്റം വരെ ബ്ലോക്കായിരുന്നു. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകാൻ പോലും പറ്റില്ല. പക്ഷെ അവസാനം എങ്ങനെയും നമ്മൾ കയറി ഇവിടെ വരെ വന്നു. ഇതിൻ്റെ അവസാനം ആകുമ്പോഴേക്കും ഇതൊരു പാലമാണ്. ഈ പാലത്തിന് അപ്പുറത്തുമ്പോഴേക്കും ബ്ലോക്കൊക്കെ ഒരുവിധം കുറഞ്ഞ് നമുക്ക് സ്മൂത്തായിട്ട് പോകാൻ പറ്റുമായിരുന്നു. അയ്യോ, എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ബ്ലോക്കിൽ പെട്ടുപോയത്. അങ്ങനെ നമ്മളിത് അവസാനം നമ്മുടെ ഈ ഒരു പ്ലേസിൽ എത്തിക്കഴിഞ്ഞേക്കാണ്. ഇവിടെ സ്നേഹതീരം ബീച്ചിൽ വന്നതിന് ശേഷം ഇവിടെ സൈഡിലായിട്ട് ഇവിടെ പാർക്കിംഗ് ഉണ്ട്. പാർക്കിങ്ങിന് 10 രൂപ കൊടുത്താൽ മാത്രമേ വണ്ടി അവിടെ വയ്ക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത ശേഷം നമ്മൾ അടുത്തത് പോയത് എന്തെങ്കിലും തിന്നാനാണ്. ഞങ്ങൾ യാത്ര മൊത്തം തിന്നാനാണല്ലോ എന്ന് വിചാരിക്കരുത്. ഉപ്പിലിട്ട മാങ്ങ, അതുപോലെ പൈനാപ്പിൾ, അത് രണ്ടും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് രണ്ടുമാണ് നമ്മളിവിടുന്ന് വാങ്ങിച്ചേക്കുന്നത്. പിന്നെ നമ്മൾ കുറേ നേരം കടലൊക്കെ നോക്കി നിന്നു. കടലിലെ വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിച്ചു, കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഉണ്ടായിരുന്നത്. നമ്മൾ ഏകദേശം 2-2.5 മണിക്കൂർ ഈ ഒരു ബീച്ചിൽ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വീഡിയോ നമുക്കൊരു 5 മിനിറ്റിൻ്റെ അല്ലെങ്കിൽ 6 മിനിറ്റിൻ്റെ വീഡിയോ ആയിരിക്കും. അതിൽ ഈ ഒരു കടലിൻ്റെ ഭാഗം വരുന്നത് ചിലപ്പോൾ ഒരു 2 മിനിറ്റും 3 മിനിറ്റും ആയിരിക്കും. ബാക്കി അത്രയും ടൈം നമ്മളവിടെ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് അടിച്ച് പൊളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവളുടെ കൂടെ ഇരിക്കുമ്പോൾ, എസ്പെഷ്യലി ഞാൻ എൻ്റെ അനിയത്തിയുടെ കൂടെ ഇരിക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അവളുടെ കൂടെ നന്നായിട്ട് ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടുതലും നമ്മളവിടെ ഓടിക്കളിച്ച് അതുപോലെ ഒരുപാട് സംഭവങ്ങൾക്ക് ഇങ്ങനെ കൊട്ടാരം പോലെയൊക്കെ ഉണ്ടാക്കാൻ നോക്കി. പക്ഷേ അത് ഭയങ്കര കോമഡി ആയിരുന്നു. നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ആയിട്ട് ഒരുപാട് നമ്മൾ ബീച്ചിലേക്കും അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലൊക്കെ പോയി കറങ്ങിയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഞാനും സാന്ദ്ര കൂടി ഒറ്റയ്ക്ക് ഇത്രയും ദൂരം പോകുന്നത്. നമുക്ക് സ്നേഹതീരത്തേക്ക് ഇവിടുന്ന് അത്യാവശ്യം ദൂരമുണ്ട്. പക്ഷേ ഞങ്ങൾ ഒരുമിച്ച് ആദ്യമായിട്ടാണ് പോകുന്നത്. നമുക്ക് 2 പേർക്കും ഡ്രൈവിംഗ് അറിയാവുന്നത് കൊണ്ട് അങ്ങോട്ട് പോകുമ്പോഴായാലും ഇങ്ങോട്ട് വരുമ്പോഴായാലും നമ്മൾ ഷെയർ ചെയ്ത് കുറച്ച് ദൂരം ഒരാൾ ഓടിക്കും, കുറച്ച് ദൂരം മറ്റൊരാൾ ഓടിക്കും. അങ്ങനെ വരുന്നതുകൊണ്ട് നമുക്ക് യാത്രാക്ഷീണം അല്ലെങ്കിൽ യാത്രയ്ക്ക് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല എന്നാണ് സത്യം. വളരെ സന്തോഷത്തോടെ കുറച്ചധികം നേരം നമ്മളവിടെ ചിലവഴിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഹാപ്പി ആയിരുന്നു. നമ്മളിവിടെ കാര്യമായിട്ട് ഇന്ന് എന്തോ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ എന്താ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ഒരു കൊട്ടാരം പോലെ സംഭവം കിട്ടാൻ ഉദ്ദേശിക്കുന്നതെന്ന്. പക്ഷേ ഞങ്ങൾ ഉദ്ദേശിച്ചതായിരുന്നു. പക്ഷേ അവസാനം വന്നപ്പോൾ ഒരു ഗുഹ പോലെയായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ഗുഹ നിങ്ങൾ കാണാൻ കാര്യമായിട്ട് കാത്തിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. നമ്മളത് കുറച്ചുകൂടി സൂം ചെയ്ത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഒരു മിനിറ്റ്, സൂമായിട്ട് ഇപ്പം കാണിച്ചു തരാം. ഇതാണ് ഞങ്ങൾ ഉണ്ടാക്കിയ ഇത്രയും നേരം ഞങ്ങളിരുന്ന് ചെയ്ത ഒരു ഗുഹയാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. എങ്ങനെയുണ്ട്? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഈ ഒരു ബീച്ച് സൈഡിൽ ഞങ്ങൾ ഉണ്ടാക്കിയ ഈ ഒരു ഗുഹ? ഇത് ഫുൾ ക്രെഡിറ്റ് സാന്ദ്രമാണ്. ഞാനതിൽ വെറുതെ ഒന്ന് കൈ കൊണ്ട് ടച്ച് ചെയ്ത് കൊടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അവളുടെ ക്രിയേറ്റിവിറ്റിയിലാണ് നിങ്ങൾ ഈ ഗുഹ കാണുന്നത്. ഗുഹ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് വീണ്ടും ചെറുതായിട്ടൊക്കെ വിശക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ 2 മുളക് ബജിയും പിന്നെ ഒരു കുഞ്ഞ് ഗ്ലാസ് ചായയും ഞാൻ കുടിച്ച്. പിന്നെ സാൻഡപ്പിന് എന്തോ ഹോർലിക്സാണ് ഇഷ്ടം, അപ്പോൾ അതും കുടിച്ചു. അതിനുശേഷം പിന്നെ നമ്മൾ വീണ്ടും തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കുറച്ച് ദൂരം വന്നപ്പോൾ നമ്മൾ പെരുമ്പിലാവിലൊക്കെ ആയിട്ട് ഒരു കുഴിമന്തി ഷോപ്പുണ്ട്. അവിടെ പോയിട്ട് നമ്മൾ നല്ല രീതിയിലൊരു അൽഫാം മന്തി അങ്ങ് കഴിച്ചു. അത് കഴിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് കയറിയായിരുന്നു. പക്ഷേ നമുക്ക് തിരിച്ച് വരുന്ന സമയത്ത് ഭാഗ്യം കൊണ്ട് ബ്ലോക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ എത്തി. പിന്നെ ഫുഡ് പറയാതിരിക്കാൻ വയ്യ, നല്ല രസം ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ഫുഡായിരുന്നു കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു. അൽഫാമൊക്കെ അടിപൊളിയായിരുന്നു. ഞാൻ സാന്ദ്ര കഴിക്കുന്നത് മാത്രമേ ഞാൻ എപ്പോഴും കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക്, കമൻറ്റ്, ഷെയർ. ബൈ.